നമ്മളിപ്പോൾ വീടുകളിലാട്ടെ ഓഡിറ്റോറിയങ്ങളാട്ടെ ഷെഡിലാട്ടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷീറ്റാണ് GI റൂഫിംഗ് ഷീറ്റ്. ഇതിന് ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിന് സൗണ്ട് കൂടുതലാണ്, പിന്നെ ഇതിന് ചൂട് കൂടുതലാണ്. അതിന് പരിഹാരമായിട്ട് ഇറക്കിയ ഷീറ്റാണ് UPVC ടൈൽ ആൻഡ് ട്രഫോർഡ് ഷീറ്റുകൾ. ഇതിൽ രണ്ട് ഡിസൈനാണ് ഈ സാധനം ഉള്ളത്. ഒന്ന് ടൈൽ മോഡൽ, ഒന്ന് ട്രഫോർഡ് മോഡൽ. ഈ രണ്ട് ഡിസൈനിലാണ് ഈ സാധനം അവൈലബിൾ ഉള്ളത്. ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പക്ക UPVC മെറ്റീരിയലാണ്. ഇത് 4 ലെയർ മെറ്റീരിയൽ സാധനം വരുന്നത്, 4 ലെയർ. അതിൽ 3 ലെയർ UPVCയും പിന്നെ മേലത്തെ ഒരു ലെയർ ASA കോട്ടിങ്, അതായത് വെതർ പ്രൂഫ് റെസിസ്റ്റൻ്റ് കോട്ടിങ് വരുന്നത്. ടോട്ടൽ 4 ലെയറായി ഈ സാധനം വരുന്നത്. 3 കളർ അവൈലബിൾ ആണ്, റെഡ്, ബ്രൗണ്, ഗ്രേ. ഈ 3 കളറിൽ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഗ്രീനിലും മെറ്റീരിയൽ അവൈലബിൾ ഉണ്ട്, പക്ഷേ റെയർ ആണ്. നമുക്ക് അഗെയിൻസ്റ്റ് ഓർഡർ നമുക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ്, ഈ ഷീറ്റിന്റെ തിക്നെസ് വരുന്നത് 2.5 mm തിക്നെസ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ പർലിങ്, ഈ സാധനം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പർലിങ് 60 to 65 സെന്റിമീറ്റർ പർലിങ് ഗ്യാപ്പ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിന് സ്ക്രൂ ചെയ്യുമ്പം ഈ ബോട്ടം സൈഡിൽ, ഈ പൊന്തി നിൽക്കുന്ന റിബ് സൈഡിൽ സ്ക്രൂ ചെയ്യണം. ഇങ്ങനെ ഇതിന്റെ സ്ക്രൂ കാര്യങ്ങൾ വരിക. ഈ സാധനം ഇവിടെ സ്ക്രൂ ചെയ്യണം. ഈ ഭാഗം സ്ക്രൂ ചെയ്താൽ കമ്പനി വാറണ്ടി തരുന്നില്ല. ഈ കമ്പനി പറഞ്ഞ റൂൾസ് ഉപയോഗിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം പക്ക മെറ്റീരിയൽ വാറണ്ടി കിട്ടുന്നതാണ്. ഒന്ന് നമ്മൾ പർലിങ്ങിന്റെ ഗ്യാപ്പ്, സ്ക്രൂ ടോപ്പ് ഭാഗത്ത് ഉപയോഗിക്കുക, ഈ 2 ഭാഗം. പിന്നെ മൂന്നാമത് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പം ഹാർഡായിട്ട് സ്ക്രൂ ചെയ്യുമ്പോൾ, പ്രഷറായിട്ട് സ്ക്രൂ ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ട് സ്ക്രൂ ചെയ്താലാണ് സാധനം നിൽക്കുള്ളൂ. മറ്റേ ഹാർഡായിട്ട് ചെയ്യുമ്പോൾ സാധനം കുറച്ച് കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ സാധനം പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പം സോഫ്റ്റ് ആയിട്ട് സ്ലോലി സ്ക്രൂ ചെയ്ത് പക്ക ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഹാർഡായിട്ട് നമ്മൾ സാധാ ട്രഫോർഡ് ഷീറ്റ് ചെയ്യുന്ന മാതിരി ഹാർഡായിട്ട് സ്ക്രൂ ചെയ്ത് ഈ സാധനം പൊട്ടിപ്പോകും. അപ്പം സാധാ നോർമലായിട്ട് സ്ക്രൂ ചെയ്യുക, ഈ പർലിംഗ് ഗ്യാപ്പ് നോക്കുക, ഈ ടോപ്പ് ഭാഗത്ത് സ്ക്രൂ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 10 വർഷം പക്ക വാറണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവും, ഈ സാധനത്തിന് മേലെ തേങ്ങ വേണ പൊട്ടുന്നുള്ളത്. അധികം ആൾക്കെങ്കിലും ഡൗട്ട്. ഇപ്പൊ കസ്റ്റമേഴ്സ് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ സാധനം തേങ്ങ വേണ പൊട്ടുന്നുള്ളത്. അപ്പൊ നമുക്ക് തേങ്ങ ആക്കണ്ട, നമുക്ക് കാർ രീതി ടെസ്റ്റ് ചെയ്യുക. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.